ഇൻസിഡിയസ് ഔട്ട് ഓഫ് ദി ഫർദർ ഒരു ഹൊറർ പടമാണ്. ഇതിന്റെ ഒരു ഫ്രാഞ്ചൈസി തന്നെ ഉണ്ട്. ലിറ്ററലി ഇതിന് മുമ്പായിട്ട് കുറെ സിനിമകൾ 2023 2010 അങ്ങനെയൊക്കെ ഒരുപാട് സിനിമകൾ ഒരുപാട് പാട്ടുകൾ റിലീസ് ചെയ്തിട്ടുണ്ട് ഇതിന്റെ. ബട്ട് ഞാൻ ഇതിന്റെ ആദ്യമായിട്ടാണ് ഈ ഒരു ഫ്രാഞ്ചൈസിലെ ഈ ഒരു സിനിമ കാണുന്നത്. ഇതിനു മുമ്പ് നല്ല സിനിമയാണോ മോശം സിനിമയാണോ എന്ന് എനിക്കറിയില്ല. ഞാൻ ഓണചിത്രങ്ങളൊക്കെ കണ്ടുകൊണ്ട് വെറുതെ പോയി ഒന്ന് കാണാം, വേറെ സിനിമകളൊന്നും ഇല്ലാത്തതുകൊണ്ട് ഈ പടം പോയി കണ്ടു, ഇൻസിഡിയസ് ഔട്ട് ഓഫ് ദി ഫർദർ. അവരെന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലായില്ല. ഹൊറർ പടമാണ്. അതായത് അടുത്ത് വന്നിട്ട് കിടന്ന് കൂവി വിളിപ്പിക്കുക, പേടിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുന്നതാണ്. പിന്നെ കുറെ എടുത്ത് ചാടുക, പല്ല് കാണിക്കുക. അതായത് ഇപ്പോൾ സ്ഥിരം പരിപാടികളൊക്കെ തന്നെയാണ് ആ പടത്തിലുള്ളത്. എന്നാലും ഒട്ടും എനിക്കൊരു കൺവിൻസോ അല്ലെങ്കിൽ സാറ്റിസ്ഫാക്ഷനോ കിട്ടിയില്ല. എനിക്ക് ആകെ ഒരു സന്തോഷം തോന്നിയത് 1.25 മണിക്കൂറേ ഉള്ളൂ. ഒരു പേടിപ്പെടുത്താനുള്ള ഒരു എലമെന്റ്സും ഇല്ല. ചുമ്മാ ഒരു ചവറ് പടം. ഞാൻ കണ്ടപ്പോ എന്തോടെ പരമാവധി ശ്രമിക്കുന്നുണ്ട്, പക്ഷെ ഒന്നും വർക്കൗട്ട് ആയില്ല. വന്ന് അടുത്തിരുന്നിട്ട് കൊലവിളി വിളിക്കുക, പല്ല് കീറുക, പിന്നെ എടുത്ത് ചാടി ഫ്രണ്ടിൽ കണ്ണിന്റെ അടുത്ത് വന്ന് നിൽക്കുക, ഇങ്ങനത്തെ വലിയ പരിപാടികളും കാണിക്കുന്നുണ്ട്. ഞാൻ ഇങ്ങനെ എന്തോന്നടാ കാണിക്കുന്നത് ഇതിലിപ്പം ചിലപ്പോൾ ഇതിന്റെ മുമ്പുള്ള ഭാഗങ്ങൾ കാണാത്തതുകൊണ്ട് എനിക്കതൊരു അറ്റാച്ച്മെന്റ് കിട്ടാത്തതാണെന്ന് അറിഞ്ഞൂടാ. ഇനി ഇത് അതിന്റെ പാർട്ടിന്റെ ബാക്കിയാണോ ഇതൊന്നും എനിക്ക് അറിഞ്ഞൂടാ. ഞാൻ പോയി കണ്ടപ്പോ എനിക്ക് പേഴ്സണലി ഇഷ്ടപ്പെട്ടില്ല പടം. അതിന് ചുമ്മാ ഒരു ഉടായിപ്പ് പടം വെറുതെ. അതായത് എനിക്ക് തോന്നുന്നു ഇതൊരു വലിയൊരു ഫ്രാഞ്ചൈസ് ആണെന്ന് തോന്നുന്നു. ഒരു 4-5 പടമൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു. അപ്പൊ വെറുതെ പൈസ കിട്ടും ഈ ഒരു ഫ്രാഞ്ചൈസിന്റെ ഒരു പേരിൽ, കള്ളപ്പേരിൽ പൈസ പിടിക്കാൻ വേണ്ടിയിട്ട് ചുമ്മാ ഒരു ഷോർട്ട് ഫിലിം കണക്കെ എടുത്ത ഒരു പടമായിട്ടാണ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തത്. ചുമ്മാ ഒരു ചവർ പടോടെ ഒന്നുമില്ല. കുറച്ച് കിളവ ഇങ്ങനെ വന്ന് കിളവി ചിരിക്കണ്, പേടിപ്പിക്കാൻ വേണ്ടിയിട്ട് എന്തൊക്കെ എലമെന്റ്സ് ഒക്കെ കാണിക്കണം. ഒരു കണക്ഷനോ ഒരു ഇമോഷനോ ഒന്നുമില്ല. നമ്മളിപ്പോ ഒരു പടം കാണാൻ പോകുമ്പോ അത്യാവശ്യങ്ങൾ കാണുമ്പോൾ ഒരു ഹൊറർ പടം ഒരുപാട് ഹൊറർ പടങ്ങൾ നമ്മൾ കാണുന്നുണ്ട്. അപ്പൊ എന്തായാലും പോയി ഇരിക്കുമ്പോൾ ഒരു ചെറിയൊരു ഫീലിംഗ് എങ്കിലും തോന്നുന്നുണ്ട് നമുക്ക് ഹൊറർ പടമാണ് വന്ന് ഇരിക്കണമെങ്കിൽ. ഈ ആ സിനിമ കണ്ടിരുന്നു അടുത്ത ആരെങ്കിലും വന്ന് എന്നെ ഒന്ന് വിളിച്ച് പേടിപ്പിച്ചാലോ എന്ന് വിചാരിച്ചു വരെ പോയിരുന്നു. കാരണം ഒരു പേടിയും വരൂല. നിങ്ങളെ ചുമ്മാ ആയിരുന്നു എന്താ കാണിക്കണേ, ഒരു കൊമിക്ക് കണ്ട പോലെ, ഒരു കോമഡി പീസ് കണ്ട പോലെയാണ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തത്. ഇനിയിപ്പം ഈ ഫ്രാഞ്ചൈസിന് ചിലപ്പോൾ ഫാൻസ് ഒക്കെ കാണുമായിരിക്കും, അവർക്ക് ഇഷ്ടമുള്ള ഒരു പടമല്ല ആയിരിക്കും, എനിക്ക് അറിഞ്ഞൂടാ. കാരണം മുമ്പുള്ള പടങ്ങളൊക്കെ ചിലപ്പോൾ നല്ല പടങ്ങളായിരിക്കാം, എനിക്ക് അതിനെ പറ്റിയൊന്നും അറിഞ്ഞൂടാ. കാരണം ഞാൻ പറഞ്ഞില്ലേ, ഇൻസിഡിയസ് ഈ ഒരു ഫ്രാഞ്ചൈസിന്റെ ആദ്യമായിട്ടാണ് ഈ ഒരു പടം ഞാൻ കാണുന്നത്. ഔട്ട് ഓഫ് ദി ഫാദർ എന്ന് പറഞ്ഞിട്ട് ടോട്ടലി ഔട്ട്. ഡക്ക് പടത്തിലും ഒന്നുമില്ല, ഒരു നല്ലൊരു ഹൊറർ എലമെന്റ്സും ഇല്ല. ഇപ്പൊ ടെക്നിക്കലി തന്നെ ഇത്രയും ഇതിനേക്കാൾ നല്ലൊരു ഹൊറർ എലമെന്റ്സ് ഒക്കെ ഇട്ട് ഇപ്പൊ ഇംഗ്ലീഷിൽ പിള്ളേരൊക്കെ ഷോർട്ട് ഫിലിം ഒക്കെ ചെയ്യുന്നുണ്ട്. ഇപ്പൊ ഈവൻ ഒബ്സഷൻ തന്നെ ചുമ്മാ ഒരു യൂട്യൂബർ വന്ന് ചെയ്ത ഒരു പടമാണ് 6 കോടിക്ക്, പിന്നെ എത്രയോ കളക്ട് ചെയ്ത ഒരു പടമാണ്. അപ്പൊ അതുപോലത്തെ ഒരു ചെറിയൊരു സാധനം പോലും, ഒബ്സഷൻ നല്ലൊരു രീതിക്ക് ഹൊറർ വന്ന ഒരു പടമാണ്, അത് നമുക്ക് ഫീലും ചെയ്തിട്ടുണ്ട്. ബട്ട് ഇതൊരു ലിറ്ററലി ഒരു ചെറിയൊരു സാധനം പോലും ഫീൽ ചെയ്യുകയോ ഹൊററായിട്ട് തോന്നുകയോ ഒന്നും ചെയ്തിട്ടില്ല. ചുമ്മാ വന്ന് എന്തൊക്കെയാ കാട്ടിക്കൂട്ടുക, വെറുതെ ഒരു ഇരുട്ടെടുത്തിടുക, ഒരു കളർ ഗ്രേഡിങ് എടുത്ത് കറക്കിയിടുക, പിന്നെ രക്തം, കുറെ പല്ല് പൊട്ടി വീണത്, കുറച്ച് പരിപാടികള്, ജംപ് സ്കെയേഴ്സ്, പിന്നെ ബോഡി കീറി പോണത്, അങ്ങനെ പരിപാടികൾ എന്ന് വെച്ചാൽ പേടിപ്പിക്കാനുള്ള കുറെ സാധനങ്ങളൊക്കെ കാണിക്കുന്നുണ്ട്. ടോട്ടലി വേസ്റ്റ് പടം. നിങ്ങളെ പോയി കാണണമെന്ന് വിചാരിക്കാൻ വേണ്ടി പറയുവാണെങ്കിൽ പ്രിഫറലി നിങ്ങളെ പോയി കാണണമെന്നൊന്നും ഞാൻ നിർബന്ധിക്കൂല. കാരണം ഒന്നുമില്ലടേ, ഇത് വരുമ്പോ നിങ്ങൾ OTT വല്ലതും പോയി കാണണമായിരിക്കും. ഞാൻ വേറെ ഒരു പടമൊന്നും ഇല്ലാത്തതുകൊണ്ട് പോയി കണ്ടേക്കാന്ന് പറഞ്ഞു. ഇംഗ്ലീഷ് പടമല്ലേ, ഹൊറർ പടമല്ലേ, നോക്കാന്ന്. അപ്പോഴാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഇതിന് വേറെ പാർട്ടികളൊക്കെ ഉണ്ടായിരുന്നു, ഇത് വേറൊരു ഹൊറർ ഫ്രാഞ്ചൈസ് ഒക്കെയാണ്. ചുമ്മാ ആ ഒരു ഫ്രാഞ്ചൈസിനെ നിലനിർത്താൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ആ ഒരു ഫ്രാഞ്ചൈസിന്റെ പേരിൽ ഒരു കള്ള സാധനം വിൽക്കുക എന്നുള്ള ഒരു രീതിയിൽ ഇറക്കിയ ഒരു പടമായിട്ടാണ് പേഴ്സണലി എനിക്ക് തോന്നിയത്. ഒന്നുമില്ല പടത്തില്. എനിക്ക് ആകെ പോസിറ്റീവായിട്ട് ഇതിൽ തോന്നിയത് 1.25 മണിക്കൂറേ ഉണ്ടായിരുന്നുള്ളൂ ഇരുന്ന്. പിന്നെ അതിലൊരു കുറെ മിനിറ്റോളം ഞാൻ ഇങ്ങനെ ഫോണും നോക്കി, ചെറിയൊരു ഉറക്കവും എല്ലാം ചെയ്ത്. കാരണം അത്രയും ബോറായിരുന്നു പടം. പടത്തിലും പ്രത്യേകിച്ചൊന്നുമില്ല, പടവും ഇൻട്രസ്റ്റിംഗും ഇല്ല, പ്ലോട്ടും ഇല്ല, ഹൊറർ എലമെന്റ്സും ഇല്ല. ടെക്നിക്കലിയും വല്ല എന്തെങ്കിലും ഉണ്ടോ, എന്തെങ്കിലും സീനുകളൊക്കെ വരുന്നോ നോക്കി, അങ്ങനെയൊന്നുമില്ല. മൊത്തത്തിലൊരു ഉറക്ക പേ പടം, അവിടെ ഒരു അൺസഹിക്കബിൾ പേ പടം. അവരെന്തോ പൈസ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ചുമ്മാ ആരോ ഇരുന്നിട്ട് നമുക്ക് ചുമ്മാ ഈ ഫ്രാഞ്ചൈസിന്റെ പേരിൽ റിലീസ് ചെയ്ത് വിടാന്ന് പറഞ്ഞ് റിലീസ് ചെയ്തെന്നാണ് തോന്നുന്നത്. ലിറ്ററലി വേസ്റ്റ് പടപടാ. നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ അഭിപ്രായം പറ. പക്ഷെ എനിക്ക് ഇഷ്ടപ്പെട്ടില്ല പേഴ്സണലി. സത്യമായിട്ട് എന്തൊരു പടപടേ.